കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുദിനം കൂടി വരികയാണ്. 2026 ഏപ്രിൽ 15 തീയതിയാണ് നാം വിഷുക്കണി കാണേണ്ടുന്ന സമയം രാവിലെ 4:30 മുതൽ 6 മണി വരെയാണ്. അമ്പലങ്ങളിലും മറ്റും വിഷുവിൻ്റെ പൂജകൾ ഏപ്രിൽ 14 തീയതി നടത്തുന്നുണ്ട്. എന്നാൽ വിഷുക്കണി ഏപ്രിൽ 15 തീയതി വേണം നമ്മൾ കാണാനായിട്ട്. വിഷുദിനത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാനായിട്ട് ഒരുക്കുന്ന കണിയാണ് വിഷുക്കണി എന്ന് നമുക്ക് ഏവർക്കും അറിയാം. വിഷു തലേന്ന് രാത്രിയാണ് കണി ഒരുക്കുന്നത്. വിഷുക്കണി ഒരുക്കാൻ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വിഷുക്കണി ഒരുക്കാവുന്നതാണ്. അതായത് ഓരോ ദേശത്തിലും വിഷുക്കണി ഒരുക്കുന്ന രീതിയിലും അല്പസ്വല്പം വ്യത്യാസം ഉണ്ടാവും. വിഷുക്കണിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇപ്രകാരമാണ്. ഓട്ടുരുളി ഉള്ളവർ ഓട്ടുരുളി എടുക്കുക. കണി ഒരുക്കാനായിട്ട് പ്രധാനമായും ഓട്ടുരുളിയാണ് ഉപയോഗിക്കുന്നത്. അതില്ലാത്തവർ ഒരു ബ്രാസിലുള്ള ഒരു പ്ലേറ്റ് എടുത്താലും മതിയാകും. അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം, നമുക്ക് ഈ വിഷുക്കണി വയ്ക്കാനായിട്ടുള്ള വൃത്തിയുള്ള ശുദ്ധിയുള്ള ഒരു പാത്രം എടുക്കുക. പുതിയതാണെങ്കിൽ വളരെ നല്ലതാണ്. പുതിയത് വയ്ക്കുന്നതാണ് ഉത്തമം. ഈ വേണ്ടുന്ന പ്രധാന സാധനങ്ങൾ ഇപ്രകാരമാണ്. കണിവെള്ളരി വിഷുക്കണിക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു പച്ചക്കറിയാണ്. സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി നാം ഓട്ടുരുളിയിൽ വെക്കേണ്ടതാണ്. രണ്ടാമത് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണിക്കൊന്ന. കണിക്കൊന്ന ഇല്ലാണ്ട് വിഷുക്കണി പൂർണ്ണമാവുന്നില്ല. അതിനാൽ കണിക്കൊന്നപ്പൂവ് വിഷുക്കണിയിൽ പ്രാധാന്യം അർഹിക്കുന്നു. മൂന്നാമതായിട്ട് ധാന്യങ്ങളാണ്. കടലരി, പരിപ്പ്, പയറ്, നെല്ല് തുടങ്ങി നമുക്ക് കൈവശമുള്ള ധാന്യങ്ങളെല്ലാം നമുക്ക് കണിയിൽ വയ്ക്കാവുന്നതാണ്. നാലാമതായിട്ട് ഫലവർഗ്ഗങ്ങളാണ്. ചക്ക, മാങ്ങ, കദളിപ്പഴം, പിന്നീട് നമുക്ക് ലഭ്യമായിട്ടുള്ള പഴവർഗ്ഗങ്ങളെല്ലാം കണിക്ക് വയ്ക്കാവുന്നതാണ്. അഞ്ചാമതായിട്ട് പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്, അതായത് പാൽക്കണ്ണാടി. ആറന്മുള കണ്ണാടി ഉള്ളവർ ആറന്മുള കണ്ണാടി തന്നെ വയ്ക്കുക. അല്ലെങ്കിൽ ഒരു കണ്ണാടി നമുക്ക് കണി കാണാനായിട്ട് വയ്ക്കാവുന്നതാണ്. കണ്ണാടി നമ്മുടെ ഛായയെ പ്രതിബിംബിപ്പിക്കുന്നു. ആയതിനാൽ കണ്ണാടി മംഗളകരമായ ഒരു വസ്തുവായിട്ട് കരുതപ്പെടുന്നു. ആറാമതായിട്ട് കോടി വസ്ത്രങ്ങൾ വയ്ക്കുക. ഒരു കസവുമുണ്ടോ ഒരു കോടിമുണ്ടോ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഏഴാമതായിട്ട് നമുക്ക് അല്പം പണം വയ്ക്കാം. രൂപയോ കോയിനുകളോ വയ്ക്കാവുന്നതാണ്. പിന്നീട് സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും നമുക്ക് കണി കാണാനായിട്ട് വയ്ക്കാവുന്നതാണ്. മുത്ത്, പവിഴം തുടങ്ങിയ അമൂല്യ വസ്തുക്കളുള്ളവർ അതും കണി കാണാനായിട്ട് തീർച്ചയായും ഓട്ടുരുളിയിൽ വയ്ക്കാവുന്നതാണ്. ഈ പ്രധാനമായിട്ടും നമുക്ക് വേണ്ട മറ്റു വസ്തുക്കൾ ഇപ്രകാരമാണ്. നമുക്ക് വാൽക്കണ്ണാടിയുടെ മുന്നിലായിട്ട് വയ്ക്കാനായിട്ട് സിന്ദൂരം, കൺമഷി, കുറച്ച് അക്ഷത, വെറ്റില, അടയ്ക്ക എന്നിവയും വയ്ക്കേണ്ടതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം നമുക്ക് ഓട്ടുരുളിയുടെ നടുവിലായിട്ട് വയ്ക്കാവുന്നതാണ്. 5 തിരിയിട്ട് നിലവിളക്കാണ് ദീപം തെളിയിക്കേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാന്റെയോ ഗുരുവായൂരപ്പ ഭഗവാന്റെയോ വിഗ്രഹങ്ങളില്ലാത്തവർ ചിത്രങ്ങൾ വെച്ചാലും മതിയാകും. ഒരുക്കേണ്ട വിധം ഇപ്രകാരമാണ്. ആദ്യമായിട്ട് പൂജാമുറി വൃത്തിയാക്കുക. കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായിട്ട് ആയിരിക്കണം നാം വിഷുക്കണി ഒരുക്കേണ്ടത്. ഓട്ടുരുളിയിൽ ആദ്യം ഉണക്കലരിയും നെല്ലും നിരത്തുക. കണിവെള്ളരി ഉരുളിയുടെ നടുവിലായിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചക്ക, മാങ്ങ, കദളിപ്പഴം, പിന്നീട് ഒരു നാളികേരം തുടങ്ങിയവ വയ്ക്കുക. അതിന് ചുറ്റുമായിട്ട് വേണം വയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഇതിനടുത്തായിട്ട് വാൽക്കണ്ണാടി, പുതിയ വസ്ത്രം, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ വയ്ക്കുക. ഉരുളിയുടെ വശങ്ങളിലും വിഗ്രഹത്തിന് ചുറ്റും കണിക്കൊന്ന പൂക്കൾ നിറയ്ക്കുക. വിഗ്രഹം വെക്കേണ്ടത് കണി ഒരുക്കിയതിന് തൊട്ടു പിന്നിലായിട്ടാണ്. അതായത് ഭഗവാനെ നാം കണി ഒരുക്കിയതിന് തൊട്ടു പിന്നിലായിട്ട് വേണം വയ്ക്കാനായിട്ട്. 5 തിരിയിട്ട് നിലവിളക്ക് വേണം വയ്ക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദേശത്തും കണി ഒരുക്കുന്നതിന് ഓരോ രീതിയുണ്ട്. അതാത് ദേശത്തിൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ വിഷുക്കണി ഒരുക്കിയാലും മതിയാകും. പച്ചക്കറികൾ വയ്ക്കുന്നതിനോടൊപ്പം ഒരു നാരങ്ങ തീർച്ചയായിട്ടും കണിയിൽ വയ്ക്കേണ്ടതാണ്. കണി കാണാൻ ഉത്തമമായ സമയം
ഏപ്രിൽ 15-ാം തീയതി രാവിലെ 4:30 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ്. സാധാരണ രീതിയിൽ വീട്ടിലെ മുതിർന്ന സ്ത്രീ ആദ്യം കണി കണ്ടതിന് ശേഷം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണടച്ച് കൊണ്ടുവന്ന് കണി കാണിക്കുകയാണ് പതിവ്. കണ്ണുകൾ അടച്ച് വേണം മുതിർന്നവരാണെങ്കിലും കണിയുടെ അടുത്തേക്ക് വരാനായിട്ട്. നമ്മൾ വിഷുപ്പുലരിയിൽ ആദ്യമായിട്ട് കാണുന്നത് വിഷുക്കണി തന്നെ ആയിരിക്കണം. ആ ഓട്ടുരുളിയിൽ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളെയും ഭഗവാനെയും വിളക്കിനെയും ഒക്കെ നമ്മൾ രാവിലെ തന്നെ കണി കാണുക. കണ്ണ് നിറയെ കണ്ടതിന് ശേഷം ആ വാൽക്കണ്ണാടിയിൽ നമ്മുടെ മുഖം ഒന്ന് നോക്കുക. മുഖവും കണി കാണേണ്ടതാണ്. ഓരോരുത്തരും കണി കണ്ടതിന് ശേഷമാണ് നാം വിഷുക്കൈനീട്ടം നൽകേണ്ടത്. ഏവർക്കും വളരെ സന്തോഷപൂർവമായ ഐശ്വര്യപൂർവമായ ഒരു വിഷു നേരുന്നു. ഒപ്പം നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.